പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നിയത് ഒരു എക്സ്ക്ലൂഷൻ, പ്രവാസം എന്ന് പറഞ്ഞ വാക്ക് ഇല്ലെവിടെയും താങ്കൾ ബോധപൂർവം അത് ഉപയോഗിക്കാതിരുന്നതാണ്. അതെ, നിശ്ചയമായിട്ടും ആ വാക്ക് ഈ പുസ്തകത്തിൽ ഒരിടത്തും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണമുണ്ട്. പ്രവാസം എന്ന് പറയുന്നത് നിങ്ങൾ വിദേശത്തെ അന്യനാട് ദേശം വിട്ട് ദേശാടനം ചെയ്ത് മറ്റൊരിടത്തേക്ക് പോയി സ്വാഭാവികമായിട്ട് ജീവിക്കുന്നതിനാണ്. അവിടെ നിങ്ങൾക്ക് പൗരത്വ അവകാശം ഉണ്ടാവും, സ്വത്തവകാശം ഉണ്ടാവും. നിങ്ങൾ മറ്റൊരിടത്ത് താമസിക്കുന്ന മടക്കം വല്ലപ്പോഴും ഒക്കെ ആയാൽ ചിലപ്പോൾ മടങ്ങാതെ തന്നെ ഇരിക്കാവുന്ന ജീവിതമാണ് പ്രവാസം. ഇപ്പൊ ലോകത്തിന്റെ യൂറോപ്പിലേക്കൊക്കെ പോകുന്നവർക്ക് അതാ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഗൾഫ് കുടിയേറ്റത്തിൽ പ്രവാസം ഉണ്ടായതേയില്ല. കുടിയേറ്റ തൊഴിലാളികളാണ് പോയത്. അവര് കരാർ തൊഴിൽ ചെയ്യാൻ വേണ്ടി പോവുകയും 2 വർഷത്തെ കരാറിൽ പോവുകയും ആ കരാർ തീരുമ്പോൾ കരാർ തൊഴിലാളിയായിട്ട് തന്നെ മടങ്ങി വരികയാണ്. അവർക്ക് പ്രവാസത്തിന്റെ ഇപ്പോ പൗരത്വം, സ്വത്തവകാശം തുടങ്ങി യാതൊന്നുമില്ല. അവർ അന്നാട്ടിന്റെ സംസ്കാരത്തിൽ ലയിക്കുന്നില്ല, അവിടുത്തെ സ്വാഭാവിക ജീവിതത്തിൽ പങ്കെടുക്കുന്നില്ല. അവരവിടെ ഭൗതികമായിട്ട് ജീവിച്ചുകൊണ്ട് തൊഴിലെടുത്തുകൊണ്ട് മാനസികമായിട്ട് അവരുടെ ജന്മനാട്ടിലാണ് ജീവിക്കുന്നത്. ജന്മനാട്ടിലെ തൊഴിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ജന്മനാട്ടിലെ കാര്യങ്ങളിലാണ് അവർ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഗൾഫിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെ പ്രവാസം എന്ന് വിളിക്കുന്നത് ഒരു എളുപ്പ വഴിയായിട്ട് ആണെന്നും അങ്ങനെ അതിനെ വിളിക്കരുതെന്നും അത് സത്യത്തിൽ കുടിയേറ്റ തൊഴിലാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രവാസി എന്ന വാക്ക് ഒരിടത്തും ബോധപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്.